മുഹമ്മദ് റാഫി, ഈ സാവിത്രിയുടെ വിവരം എന്താണ് എന്ന് താങ്കൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. താങ്കൾക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണ്? സാവിത്രിയുടെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഈ പരാതി 2017 ലൈഫ് മിഷൻ ബെനിഫിഷ്യറി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർക്ക് നിലവിൽ വാസയോഗ്യമല്ലാത്ത വീട് പൊളിച്ചു മാറ്റേണ്ടി വന്നത്. അതെ. അപ്പൊ നിലവില് ഇതിന്റെ നിർവഹണ ഉദ്യോഗസ്ഥനായിരുന്ന വിയുടെ ഭാഗത്തുനിന്ന് വന്ന പിഴവ് കൊണ്ട് മാത്രമാണ് സാവിത്രിയുടെ ഇന്നത്തെ ഈ ദുരവസ്ഥ കാരണം. അല്ല, അതൊരു സാധാരണ രീതിയിൽ നമ്മൾ അങ്ങനെ ലഘൂകരിച്ച് പറയാവുന്ന ഒരു പിഴവാണോ മുഹമ്മദ് റാഫി? കാരണം ഉണ്ടായിരുന്ന ഒരു വീട് അത് പൊളിച്ചു മാറ്റി, കൂടാതെ കുഴൽക്കിണർ സ്ഥാപിച്ചു പുതിയ വീടിനായി. ഇതിന് ചെലവ് വേറെയുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഉണ്ടായിരുന്ന വീട് തന്നെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രത്തോളം ഖേദകരമാണ് ആ സംഭവം. പിന്നീട് ഉണ്ടാകുന്ന ഒരു ആശങ്കയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളതൊരു വെറും പിഴവ് എന്ന തരത്തിലേക്ക് അതിനെ ലഘൂകരിക്കുന്നത് ശരിയാണോ? അല്ലല്ല, ഒരിക്കലും ശരിയല്ല. കാരണം 2017 ലൈഫ് മിഷൻ ലിസ്റ്റ് പ്രകാരമാണ് ഇവർക്ക് സീരിയൽ നമ്പർ 57 മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട സീരിയൽ നമ്പർ 57 സാവിത്രി എലിജിബിൾ ലാൻഡ് ലിസ്റ്റിലെ പേരുണ്ടായിരുന്നത്. അപ്പൊ അത് പ്രകാരം വിഒ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് വിഒ പറഞ്ഞു, ആ ലിസ്റ്റിൽ നമുക്ക് ഇവർ അർഹതപ്പെട്ട ഗുണഭോക്താവാണ്, ഇവർക്ക് വീട് നമ്മൾക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വിഒ നേരിട്ട് ചെന്ന് അവരെ വീട് പരിശോധിക്കുകയും ഇവർ അർഹപ്പെട്ട ഗുണഭോക്താവ് എന്ന് പറഞ്ഞിട്ട് അവരെ വീട് വാസയോഗ്യമല്ലാത്ത വീട് പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്. അതെ, അപ്പൊ ഇതെല്ലാം പരിശോധനയും എല്ലാം കഴിഞ്ഞിട്ട് ആണ് ഇവർ വീട് പൊളിച്ചു മാറ്റിയിട്ടുള്ളതെന്ന് താങ്കൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ പിഴവ് എന്നതിലേക്ക് എത്തുന്നത്? ഈ പിഴവ് വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിർവഹണം, ഇപ്പൊ ശരിക്ക് പറഞ്ഞാൽ ഞങ്ങൾ മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അതിൽ ഒരു കോണ്ടാക്ട് ലിങ്കും ഇല്ല. കാരണം എന്റെ വാർഡിലെ ഒരു ഗുണഭോക്താവ് എന്ന നിലയിൽ, അതിനെ ഫോളോ അപ്പ് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം അവർ വീട്ടിലേക്ക് ഇതേ വിഒനെ തന്നെ കൂട്ടി വീട് വെരിഫിക്കേഷന് കൊണ്ടുപോയിട്ടുണ്ട്. വീട് നോക്കിയതിനു ശേഷമാണ് വിഒ ഇവർ പൊളിച്ചു മാറ്റാൻ നിർദ്ദേശിക്കുന്നതും. അതിന് ശേഷമാണ് വിഒ ഇവരുടെ പേരിലല്ലാത്ത ലാൻഡ് ഇവരുടെ സാവിത്രിയുടെ പേരിലേക്ക് ആധാരം ചെയ്യാൻ വേണ്ടി പറയുന്നതും അതിനുശേഷം ആധാരം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം എഗ്രിമെന്റ് വെച്ച് എല്ലാ അവസാന ഘട്ടത്തിൽ ഇവർ പോയിട്ട് അവസാന ഘട്ടത്തിലാണ് പുള്ളി പറയുന്നത് ആ നിലവിലുള്ള ഈ സാവിത്രിയല്ല ഇതിന്റെ ഗുണഭോക്താവ് എന്നുള്ള കാര്യം. അല്ല, അത് വിശ്വാസയോഗ്യമാണോ അങ്ങനെ ഒരു കാര്യം? കാരണം ഈ പരിശോധന എല്ലാം കഴിഞ്ഞ് ഈ ആളുകളെയൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ ഇവർക്ക് അർഹതയുണ്ട് എന്ന് നിങ്ങൾ തന്നെ പറയുന്നത്. പിന്നീട് എങ്ങനെയാണ് ഇതല്ല എന്ന് പറയുന്നത്? പൊരുത്തപ്പെടുന്നില്ലല്ലോ മുഹമ്മദ് റാഫി. ശരി, അതിന് നിർവഹണ ഉദ്യോഗസ്ഥനായ വിഒക്ക് പറ്റിയ ഒരു ഈ പിഴവ് എന്ന് പറയുന്നത് ഏതാണ്? അതായത് ഈ സാവിത്രി അർഹയല്ല എന്ന് പറഞ്ഞതാണോ പിഴവ്, അതോ ഇവർക്ക് അർഹതയുണ്ടോ എന്ന് പറഞ്ഞതാണോ പിഴവ്? അല്ലല്ല, അർഹതയുണ്ട് ഇവര്. പക്ഷേ അവിടെ ഈ അർഹതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഈ റേഷൻ കാർഡ് വെച്ച് വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട വർക്ക് പുള്ളി ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും അവസാന ഘട്ടത്തിൽ ഇവരെല്ലാം ആ സാവിത്രി നിലവിലുള്ള ഗുണഭോക്താവെന്ന് പറയേണ്ട അവസ്ഥയിൽ വരുമില്ലായിരുന്നു. നിലവിൽ ഇപ്പൊ ഈ ഗുണഭോക്താവ് ഈ സാവിത്രി തന്നെയാണോ എന്നുള്ളതാണ് താങ്കളുടെയും നിലപാട്? അതെ, ഈ സാവിത്രി അല്ല നിലവിൽ. ഞങ്ങൾ പരിശോധിച്ചു. അവസാന റേഷൻ കാർഡ് വെച്ച് പരിശോധിക്കുന്ന സമയത്താണ് പുള്ളി പറയുന്നത് അത് സാവിത്രി നിലവിലുള്ള ഈ സാവിത്രി അല്ല. അല്ല, ഞാൻ ചോദിക്കുന്ന ആ സാവിത്രിയാണോ ഈ സാവിത്രി? താങ്കളുടെ അതില് എന്താണ് ബോധ്യം? അല്ലല്ല, ആ സാവിത്രി അല്ല ഈ സാവിത്രി. അല്ല, അതെങ്ങനെയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം എല്ലാ പരിശോധനകളും നിങ്ങൾ നടത്തുന്നു, അവിടെ പോയി പരിശോധന നടത്തുന്നു, ഈ ഗുണഭോക്താവ് ഈ സാവിത്രി എന്ന ഗുണഭോക്താവിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിനുശേഷമാണ് നിങ്ങൾക്ക് ആ വീടിന് അർഹതയുണ്ട് എന്ന് പറയുന്നതും ഇവർ വീട് പൊളിച്ചു മാറ്റുന്നതും. പിന്നെ ആ സാവിത്രി അല്ല ഇത് എന്ന് നിങ്ങൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഉദ്യോഗസ്ഥനല്ലേ, ഇതിന്റെ നിർവഹണ ഉദ്യോഗസ്ഥനെ റേഷൻ കാർഡ് പരിശോധിച്ചിട്ട് ഈ ഗുണഭോക്താവ് തീരുമാനിക്കുന്ന അവരല്ലേ, ഞങ്ങൾ ജനപ്രതിനിധികളല്ലല്ലോ. അവര് പറയുന്നു, ഞങ്ങൾ അതിന് ഫോളോ അപ്പ് ചെയ്യുന്നു. അത് തന്നെയാണ് ഞാൻ ചെയ്തത്.